ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. ഇന്ന് നമ്മൾ പുതിയ ലെസൺ റിവിഷൻ ചെയ്യാവാണ്. അതായത് പോളിനോമിയൽസ്, ബഹുപദങ്ങൾ, ഒന്നാം ഭാഗം. ഒന്നാമത്തെ ചോദ്യം എഴുതിയിട്ടുണ്ട്. റൈറ്റ് എക്സ് സ്ക്വയർ മൈനസ് 1 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളിലെ ഗുണനഫലമായി എഴുതുക. ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് സ്ക്വയർ മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 1 നമുക്ക് 1 സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. 1 മാർക്കിന്റെ ചോദ്യമാണ്. എളുപ്പമല്ലേ? അപ്പൊ ഇതുപോലെ രണ്ട് ഫാക്ടറായിട്ട് എഴുതാൻ കഴിയും. അടുത്ത രണ്ടാമത്തെ ചോദ്യം, പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഫൈൻഡ് പി ഓഫ് 2. Write P of x as the product of first degree polynomials. Find the solutions of the equation x square minus 5x plus 6 equal to 0. ചോദ്യം മനസ്സിലായോ? അതായത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. പി ഓഫ് 2 എത്ര? പി ഓഫ് എക്സിനെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ എഴുതുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. പി ഓഫ് 2 0 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 2 കൊടുക്കുക. ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 6. അപ്പോൾ എത്ര? 4 മൈനസ് 10 പ്ലസ് 6 ഈക്വൽ ടു 0. Find P of 2. P of 2 equal to 0. അപ്പോഴേ രണ്ടാമത്തെ ചോദ്യം, ഒന്നാമത്തെ ആൻസർ ആണ്. റൈറ്റ് P of x as the product of ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6നെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പം 6 വേണം, ആഡ് ചെയ്യുമ്പോൾ -5 വേണം. ഓക്കെ, 6 നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 6 ഈസ് 6, 2 ഇൻറ്റു 3 ഈസ് 6, പിന്നെ തിരിച്ച് 3 ഇൻറ്റു 2. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 6 കിട്ടും. പിന്നെ ആഡ് ചെയ്യുമ്പോഴോ -5 കിട്ടണമെങ്കിൽ 2ന് നെഗറ്റീവ് കൊടുക്കണം. നോക്കിക്കേ, -2 പ്ലസ് -3 ഈസ് -5, -2 ഇൻറ്റു -3 ഈസ് +6. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? x മൈനസ് 2 ഇൻറ്റു x മൈനസ് 3 കഴിഞ്ഞില്ലേ? x മൈനസ് 2 ഇൻറ്റു x മൈനസ് 3. ഇനി അടുത്ത മൂന്നാമത്തെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിൻ്റെ സൊല്യൂഷൻസ് ആണ്, പരിഹാരങ്ങളാണ്. സി. അപ്പോൾ ഇത് നോക്കിക്കേ, നമുക്ക് രണ്ട് ഫാക്ടർ കിട്ടി. ഇത് രണ്ടും 0 ആണ് അല്ലേ? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ ഫാക്ടേഴ്സ് നമുക്കുണ്ട്. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2. എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 2. എക്സ് മൈനസ് 3 0 ആകുമ്പോൾ എക്സ് എത്ര കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 3. അപ്പം 2ഉം 3ഉം ആണ് ഇതിൻ്റെ സൊല്യൂഷൻസ്, പരിഹാരം. മൂന്നാമത്തെ ചോദ്യം, പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. വാട്ട് ഈസ് പി ഓഫ് 1? റൈറ്റ് എ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1. റൈറ്റ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. അതായത് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഒരു പോളിനോമിയൽ ആണെങ്കിൽ അതിൻ്റെ പി ഓഫ് 1ൻ്റെ വില എന്താ? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 അതിൻ്റെ ഒന്നാംകൃതി ഘടകമായിട്ട് എഴുതുക. അതിനെ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 എന്ന ബഹുപദം രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. അപ്പോൾ നമുക്ക് ഓരോന്നും ആൻസർ ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം, പി ഓഫ് എക്സ് ഈക്വൽസ് 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1. ദെൻ ഫൈൻഡ് പി ഓഫ് 0, പി ഓഫ് 1 ആൻഡ് പി ഓഫ് 2. റൈറ്റ് എ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. അതായത് പി ഓഫ് എക്സ് സമ 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ആണ്. പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് 2 എന്നിവ കാണുക. പി ഓഫ് എക്സിൻ്റെ ഒരു ഒന്നാംകൃതി ഘടകം എഴുതുക. നമുക്ക് ഓരോ വിലകൾ കൊടുത്ത് നോക്കാം.
പി ഓഫ് എക്സ് ഈക്വൽസ് 2x² മൈനസ് 3x പ്ലസ് 1. എക്സിന് ആദ്യം പി ഓഫ് 0 എടുക്കാറുമ്പോൾ എക്സിന് 0 എടുക്കാം. 2 × 0² മൈനസ് 3 × 0 പ്ലസ് 1. അപ്പോൾ ഇവിടെ 1 മാത്രമേ കിട്ടൂ. 1. പി ഓഫ് 1 കൊടുക്കുക, എക്സിന് 1 കൊടുക്കുക. 2 × 1² മൈനസ് 3 × 1 പ്ലസ് 1 ഈക്വൽ ടു 2 × 1² ഈസ് 2. 2 മൈനസ് 3 പ്ലസ് 1. അപ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. 2 + 3 - 3 0. പി ഓഫ് 2 × 2² മൈനസ് 3 × 2 പ്ലസ് 1 എന്താ പറയും? 2² 4 2 8. 8 മൈനസ് 6 പ്ലസ് 1 എത്ര വരും? 9 ൽ നിന്ന് 6 പോയാൽ 3. അപ്പോൾ ഒരെണ്ണം മാത്രമേ 0 ആയിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യത്തെ ആൻസറാണിത്. അപ്പോൾ പി ഓഫ് 1 is equal to 0. Therefore, x minus 1 is a factor. ഇപ്പോൾ നമുക്ക് ഒരു ഫാക്ടർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫാക്ടറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് x മൈനസ് 1. ഓക്കെ. നാലാമത്തെ ചോദ്യം. ഇഫ് x മൈനസ് 1 is a factor of the polynomial 5x³ മൈനസ് 4x² പ്ലസ് x മൈനസ് k, what number is k? അതായത് x³ മൈനസ് 4x² പ്ലസ് x മൈനസ് k എന്ന ബഹുപദത്തിന്റെ ഘടകമാണ് x മൈനസ് 1 എങ്കിൽ k ഏത് സംഖ്യയാണ്? ഘടകമാണെന്ന് പറഞ്ഞാൽ x മൈനസ് 1 ഫാക്ടർ ആണെങ്കിൽ എന്താണ്? p of 1 is equal to 0. A x minus 1 is a factor. p of 1 is equal to 0. അതായത് ഈ പോളിനോമിയലിൽ എക്സിന് പകരം 1 കൊടുക്കാം. p of x is equal to 5x³ മൈനസ് 4x² പ്ലസ് x മൈനസ് k. p of 1 is equal to 0 means 5 × 1³ plus 1³ minus 4 × 1² plus 1 minus k is equal to 0. 5 × 1³ is 5 minus 4 plus 1 minus k is equal to 0. 5 minus 4, 1 plus 1, 2 minus k is equal to 0. Minus k is equal to 2 അപ്പുറത്തുണ്ടാകുമ്പോൾ -2, k is equal to 2. അപ്പോൾ വാല്യൂ. അടുത്ത ചോദ്യം. p of x equals x² minus 5x plus 6. Find p of 2. Write p of x as the product of two first degree polynomials. Find the solutions of the equation x² minus 5x plus 6 equal to 0. അതായത് p of x സമം x² മൈനസ് 5x പ്ലസ് 6. p of 2 എത്ര? p of xനെ 2 ഒന്നാകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. x² മൈനസ് 5x പ്ലസ് 6 0 എന്ന സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ എഴുതാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നോക്കിക്കേ. ആദ്യം p of 2. ആദ്യം p of x എഴുതാം. x² മൈനസ് 5x പ്ലസ് 6 ഒന്നാമത്തെ ആൻസർ ആണ്. എക്സിന് പകരം 2 കൊടുക്കാം. p of 2 ഈക്വൽസ് 2² മൈനസ് 5 × 2 പ്ലസ് 6 ഈക്വൽ 2² 4 മൈനസ് 10 പ്ലസ് 6 എത്രയാ? 0 കിട്ടും അല്ലേ. p of 2 0 എന്ന് പറഞ്ഞാൽ x മൈനസ് 2 ഈസ് എ ഫാക്ടർ. റൈറ്റ് p of x as the product of two first degree polynomials. അപ്പം this is equal to 0. അപ്പം x minus 2 is a factor. ഒരു ഫാക്ടർ കിട്ടി. അപ്പോൾ നമുക്ക് മറ്റേ ഫാക്ടർ കൂടെ കണ്ടുപിടിക്കണം. x² മൈനസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6, ആഡ് ചെയ്യുമ്പോൾ -5, ഒരെണ്ണം -2 കിട്ടി. അപ്പോൾ x മൈനസ് 2 ഇൻറ്റു x മൈനസ് 3, 3 2 6 എന്താണ്? -2 പ്ലസ് -3 ഈസ് -5. അപ്പോൾ രണ്ടാമത്തെ ആൻസറായി ബി. സി ഇതിൻ്റെ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ x² മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് x മൈനസ് 2 ഇൻറ്റു x മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ x മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ x ഇസ് ഈക്വൽ ടു 2. ഇവിടെ x മൈനസ് 3 ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ x ഇസ് ഈക്വൽ ടു 3. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻസ് ഏതാണ്? 2 ആൻഡ് 3. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 5 ചോദ്യങ്ങൾ കഴിഞ്ഞു. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.